ബിഗ് ബോസ് ഏറെ സംഘർഷഭരിതമാകുമ്പോൾ ഷാനവാസ് വീണ്ടും പഴയ സ്വഭാവമെടുത്തു. അനീഷിനെ ഒഴിവാക്കി ആദിലയും നൂറയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അനീഷിനെ ഒഴിവാക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾ എത്രത്തോളം പിന്നോട്ടടിക്കും എന്ന് ഇനി കണ്ടു തന്നെ അറിയണം ഷാനവാസ്. അത്രയേറെ അനീഷിന് ഹർട്ടായി എന്ന ഉറപ്പാണ്. ആ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അയാൾ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്നെ മാത്രം ഒഴിവാക്കി ഷാനവാസ് എന്ന്, എന്നെ മാത്രം എന്താ സീക്രട്ട് ടാസ്കിൽ ഒഴിവാക്കിയതെന്ന്. ഷാനവാസിന് ആവശ്യമുള്ളപ്പോൾ എടുക്കുകയും ആവശ്യമില്ലാത്തപ്പോൾ കളയാനും ചെയ്യാനുള്ള ആളാണോ അനീഷ്? അത്തരത്തിൽ പ്രേക്ഷകന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഷാനവാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആദിലയുടെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ തമാശയ്ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് തമാശയായി നമുക്ക് കാണാൻ കഴിയില്ല. ആദില പഠിച്ച കള്ളിയാണെന്ന് പലപ്പോഴും തെളിയിച്ചു കഴിഞ്ഞു. അക്ബറിൻ്റെ പാവ അടിച്ചു മാറ്റുന്ന കാര്യത്തിലായാലും ഭക്ഷണങ്ങൾ അടിച്ചു മാറ്റുന്ന കാര്യത്തിലായാലും അപ്പോഴപ്പോഴൊക്കെ നിറം മാറുന്ന തരം മാറുന്ന സ്വഭാവം കാണിക്കുന്ന കാര്യത്തിലായാലും ഒക്കെയും അതിൽ കണ്ടൻറ്റിന് വേണ്ടി പലതും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബിഗ് ബോസിലായാലും ഏത് ഷോയായാലും ഇത്തരത്തിലുള്ള ഗെയിം ഒരിക്കലും ഒരു പ്രേക്ഷകനും ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യരുത് ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്നുള്ളത് സുനിശ്ചിതമാണ്. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികൾ എല്ലാ കാലത്തും മനുഷ്യവംശത്തിന് തന്നെ വലിയ ദോഷം ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഇത്തരം സ്വഭാവങ്ങൾ കണ്ടുപഠിച്ചാൽ അവർ സ്വാർത്ഥരായി മാറും. രണ്ടുപേർക്കൊപ്പം അവർ ജീവിക്കുന്നു എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയെ പോലും നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ അത്തരമൊരു വ്യക്തിയെ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ നമുക്കൊപ്പം കൂടെ കൂട്ടാൻ സാധിക്കാത്ത തരത്തിലുള്ള വ്യക്തിയാണ് നൂറയ്ക്ക്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് എല്ലാ രീതിയിലും ആദിലെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത സ്വഭാവമാണ്, അതിൻ്റെ എക്സ്ട്രീമാണ് അയാൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബിഗ് ബോസ് കാണുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിലാകുന്നുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.